ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം ഓരോരുത്തരും ജീവിക്കുന്നത് ഒരു പ്രതീക്ഷയോടെയാണ് നമ്മൾ ഓരോ ദിവസവും ജീവിക്കുന്നത്. ദൈവത്തിലുള്ള സഹായവും ദൈവത്തിലുള്ള ആശ്രയവുമാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുവാനിടയായിത്തീരുന്നത്. അനുദിനം പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും നടുവിൽ, പ്രതീക്ഷ നഷ്ടപ്പെട്ടുപോയ അവസ്ഥയുടെ നടുവിൽ പ്രതീക്ഷയിലേക്ക് തിരികെ കൊണ്ടുവരുന്ന ഒരു കർത്താവുണ്ട്. നൈൽ എന്ന പട്ടണത്തെക്കുറിച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു പോയ ഒരു വിഷയത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവിടുത്തെ ഒരു മകൻ മരിച്ചു പോകുവാനിടയായിത്തീർന്നു. ഏക മകനാണ്. തൻ്റെ കുടുംബത്തിന് പ്രയോജനമായി തീരേണ്ട ആ മകൻ ഒറ്റ നിമിഷം കൊണ്ട് എല്ലാ പ്രതീക്ഷയും അസ്തമിക്കുവാനിടയായിത്തീർന്നു. എന്നാൽ പ്രതീക്ഷയെല്ലാം അസ്തമിച്ച സ്ഥാനത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു പ്രതീക്ഷയുടെ ഉറവിടമായ, പ്രത്യാശയുടെ ഉറവിടമായ സർവശക്തനായ ദൈവം ആ പട്ടണത്തിലേക്ക് കടന്നു വരുവാനിടയായിത്തീർന്നു. അവളെ കണ്ടിട്ട്, ആ കരഞ്ഞ് കലങ്ങി തകർന്നിരിക്കുന്ന അവളെ കണ്ടിട്ട് യേശു മനസ്സലിയുവാനിടയായിത്തീർന്നു. യേശു മനസ്സലിഞ്ഞ് അവളോട് പറയുകയാ, കരയേണ്ട. അത് മനുഷ്യൻ പറയുന്നത് പോലെയുള്ളൊരു വാക്കല്ല പറഞ്ഞത്. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ സർവശക്തനായ ദൈവമാണ് പറയുന്നത്, കരയേണ്ട. ആ പറഞ്ഞ ആ വാക്കിന് മുമ്പിൽ തകർന്ന അവസ്ഥയിൽ നിന്ന് പ്രതീക്ഷകൾ പുനർജനിക്കുവാനിടയായി തീർന്നു. യേശു പറഞ്ഞു, കരയേണ്ട എന്ന് പറഞ്ഞു. അവളുടെ അടുത്ത് ചെന്നു, ബാല്യക്കാര എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവളെ തൊട്ടു. അവൻ മരിച്ച ആ വ്യക്തി എഴുന്നേറ്റ് സംസാരിക്കാൻ തുടങ്ങി. ഈ പകൽ എല്ലാം തകർന്നു എന്ന് നിൽക്കുന്ന ചില സാഹചര്യങ്ങളുടെ നടുവിൽ, എല്ലാം അസ്തമിച്ചു എന്ന്, പ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന നമ്മുടെ ജീവിത സാഹചര്യങ്ങളുടെ നടുവിൽ, ഒരുപക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമാകാം, ജോലിയാകാം, മറ്റ് പലവിധമായ അവസ്ഥകളാകാം, എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചു എന്ന് നാം ചിന്തിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിന് നടുവിൽ, പ്രതീക്ഷ അറ്റുപോയ വിഷയത്തിന് നടുവിൽ പ്രത്യാശയുടെ ഉറവിടമായ സർവശക്തനായ ദൈവം ഈ പകലിൽ നമ്മെ തൊടുകയാണ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ അവസ്ഥയ്ക്കും മാറ്റം വരുത്തുവാൻ കർത്താവ് യേശു ക്രിസ്തു മതിയായവനാണ്. ആ കർത്താവ് യേശു ക്രിസ്തുവിൽ നമുക്ക് ആശ്രയിക്കാം. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവെ, ഇന്ന് പകൽ നിന്റെ പാദപീഠത്തിൽ ഞങ്ങൾ അടുത്തു വരുന്നു. എല്ലാ പ്രതീക്ഷയും അസ്തമിച്ച ആ നൈനിലെ വിധവയുടെ മരിച്ച മകനെ ഉയർപ്പിച്ച് ജീവൻ നൽകി, പ്രതീക്ഷ നൽകി, അവരുടെ ഭാവി ഉറപ്പിച്ച ദൈവമേ, ഇന്ന് പകൽ ഈ ശബ്ദം കേൾക്കുന്ന അനേക വ്യക്തിജീവിതങ്ങളുണ്ട്. എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് എല്ലാം തീർന്നു എന്ന് പറയുന്ന വിഷയത്തിന് നടുവിൽ ഒരു പുതിയ തുടക്കം കുറിക്കുവാൻ എൻ്റെ യേശുവിന് കഴിഞ്ഞു എന്ന് പറഞ്ഞതുപോലെ, ചില പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ അനേക കുടുംബങ്ങൾക്ക്, ഭാവിക്ക്, കുഞ്ഞുങ്ങൾക്ക്, തലമുറകൾക്ക് ചില പ്രതീക്ഷകൾ നൽകി എന്നെ കരുതുന്ന ഒരു ദൈവമുണ്ടെന്ന് തിരിച്ചറിയുവാൻ ദൈവമേ നീ സഹായിക്കണം. വിശ്വാസത്തിൽ ഉറയ്ക്കുവാൻ ശക്തീകരിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ.